കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയായിരുന്നു. ഉദയാസ്തമന പൂജയുടെ ചെറിയൊരു തിരക്ക്, വലിയ തിരക്ക് എന്ന് പറയാനില്ല, സാധാരണക്കാട്ടിലും കുറച്ചുണ്ടെന്ന് മാത്രം. എന്നാലും കുഴപ്പമില്ലാത്ത ദർശനമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ദർശനത്തിനായിട്ട് പോരാം. ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ പോയിട്ട് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആ ഗരുഡൻ്റെ വെങ്കല ശില്പമൊക്കെ കണ്ട് ആ ആലിനെ ഒന്ന് പ്രദർശനം ചെയ്തിങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ നേരെ ആ പുതിയ ഗോപുരനടയിൽ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് വാഹനപൂജയുടെ അധികം അങ്ങനെ വരുമ്പോൾ നേരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതിയെ കാണാം. അവിടെ കണ്ട് സർവ്വ വിഘ്നങ്ങളും അകറ്റിത്തരാനായിട്ട് പ്രാർത്ഥിച്ച് നേരെ നമ്മൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ വരുമ്പോൾ കൊടിമരം കഴിഞ്ഞിട്ട് അപ്പുറത്ത് വരുമ്പോൾ നേരെ ആ രണ്ട് കൊമ്പ് കാണാം, കേശവൻ്റെ രണ്ട് കൊമ്പും അതിൻ്റെ നടുക്കുള്ള ആ മഹാലക്ഷ്മിയുടെ ആ ഒരു വിഗ്രഹവും അത് കണ്ട് അങ്ങനെ വരുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക, ആ പീഠം കാണാം. വലതേ സൈഡിലെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരത്തെ ഒന്ന് സ്മരിക്കുക. അങ്ങനെ നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല പ്രകാശമാണ്. ആ നെയ്വിളക്കിൻ്റെ ആ സ്വർണ്ണ വിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്നതിൻ്റെയും വെള്ളി വിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്നതിൻ്റെയും നെയ്വിളക്ക് ഷീട്ടാക്കിയിട്ട് വരുന്ന അതിൻ്റെയൊക്കെ ആ ഒരു ഭാഗം അവിടെ കത്തിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി ശ്രീലകത്ത് നെയ്വിളക്ക് കത്തിക്കുന്ന എല്ലാത്തിൻ്റെയും കൂടി പ്രകാശം ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു രസമായിട്ട് ഇങ്ങനെ നോക്കാം. അപ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവിളകൾ കാണാണ്ട്, പിന്നെ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, മഞ്ഞപ്പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്. പിന്നെ നോക്കുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മണിമാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാല ഉണ്ട്. പിന്നെ ചതുർബാഹുവാണ് കേട്ടോ. 4 തൃക്കൈകൾ കാണാണ്ട്, 4ലും ഇത് കാണാണ്ട്, കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. ശംഖ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ശംഖ് ചക്ര ഗദാവൽമത്തോടു കൂടി ഗദ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, പത്മം കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നല്ല രസമായിട്ടുള്ള കാഴ്ച. എന്നാൽ വിഗ്രഹം നിറച്ചിങ്ങനെ കാണാണ്ട്. പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകളുണ്ട്, 2 തിരുമുടിമാലകൾ, ചുവന്ന പൂവും തെച്ചിയും തുളസിയായിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ വെളുത്ത പൂവും തുളസിയും. അതേപോലെ വലിയൊരു ഉണ്ടമാല. ആ ഉണ്ടമാലയ്ക്ക് എന്ന് വെച്ചാൽ തെച്ചിക്ക് തന്നെയാണ് കൂടുതൽ, തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള അതേപോലെ തന്നെ സമം ചേർത്ത് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ചതുർബാഹുവായ മഹാപ്രഭുവിൻ്റെ വിഗ്രഹം, നാരായണ വിഗ്രഹം കാണാം. വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. അതേപോലെ ഇന്നത്തെ കളഭാലങ്കാരം ചെയ്തിരിക്കുന്നത് കക്കാട് കൊച്ചോദിക്കനാണ്. വളരെ നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ അവിടെ കണ്ട് തൊഴാട്ടോ. എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ കാണുന്ന ആ ഒരു കാഴ്ചയാണ് മഹാപ്രഭുവിനെ കാണുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ശ്രീകോവിലിൻ്റെ മുൻപിൽ സോപാനപ്പടിയിലേക്ക് എത്തുക, എന്നിട്ട് ഭഗവാനെ ദർശിക്കുക. അപ്പം നമ്മൾ കണ്ടു, ഭഗവാനെ കണ്ട് തൊഴുതു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിനുശേഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ നേരെ ആ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴുക. അതിനുശേഷം തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ തിരിഞ്ഞു നിന്നാൽ ആ ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴുക. അതുപോലെ തന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. അവിടെ നിന്ന് ചന്ദനം കൊണ്ടൊക്കെ അലങ്കാരമായിരുന്നു, കളഭം കൊണ്ടൊക്കെ അലങ്കാരം. ഇന്നും ഉണ്ട് കേട്ടോ. മയിൽപ്പീലി ഉണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ ആ ഒരു മുഖഭാവത്തോടു കൂടി തന്നെയാണ്. പക്ഷേ ഗണപതിയുടെ ആ വലിയ എന്താ പറയുക, വലിയ ഒരു ചെവി കാണാണ്ട്, അതേപോലെ പൊട്ട് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഉണ്ണിക്കണ്ണൻ്റെ പൊട്ട് തന്നെയാണ്. ഉണ്ണിക്കണ്ണൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുപ്പതിയിലൊക്കെ പൊട്ട് വയ്ക്കില്ലേ, അതേമാതിരി ആ ഒരു യു ഷേപ്പുള്ളത് അതേമാതിരിയാണ്. കുങ്കുമം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെയാണ് അലങ്കാരമൊക്കെ. ഏകദേശം ആ ഉണ്ണിക്കണ്ണൻ്റെ തിരുപ്പതി ഭഗവാനും ഉണ്ണിക്കണ്ണനും എല്ലാം ചേർന്നിട്ടുള്ള പീലിയിലുകൊണ്ട് ഉണ്ണിക്കണ്ണനായിട്ടും വിഘ്നേശ്വരനായിട്ട് അങ്ങനെയും
അങ്ങനെ എല്ലാം കൂടി സമം ചേർന്നിട്ടുള്ള ഒരു പ്രകൃതമാണ്. അപ്പോൾ എല്ലാവരും അതേപോലെ ധാരാളം അർച്ചനപ്പൂക്കൾ നടത്തിയിട്ടുണ്ട്. തെച്ചിപ്പൂവിൻ്റെ മാല ഇഷ്ടം പോലെ ഉണ്ട്. വലിയൊരു തെച്ചിയും തുളസിയായിട്ടുള്ളത് വലിയ ഉണ്ടമാല ഇങ്ങനെ 4 ഭാഗത്ത് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിയുടെ സരസ്വതി അറയിലേക്ക് നോക്കുക. അപ്പോൾ ചെറിയൊരു മാല ഉണ്ട്, ആ ഫോട്ടോൻ്റെ മുകളിൽ കിടാവിളക്ക് കത്തി നിൽക്കണമുണ്ട്. അപ്പോൾ സരസ്വതി ദേവിനെ പ്രാർത്ഥിച്ചോളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എന്നിട്ട് അങ്ങനെ വരുമ്പോൾ മായാദേവീനെയും അതേപോലെ ചെറിയ ഗണേശനെയും അങ്ങനെ ആ മത്സ്യം കൂർമ്മ വരാഹം നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് അതേപോലെ മേൽശാന്തിയിൽ അവിടെ കൊച്ചോദിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ ആ ഗജേന്ദ്രമോക്ഷത്തിൻ്റെയും വാമനരൂപവും അതേപോലെ ആ മഹാവിഷ്ണു ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തശയനത്തിൻ്റെ അവിടെ എത്തുമ്പോൾ അന്ന് വലിയ പൂക്കളൊന്നും കാര്യമായിട്ടില്ല. ഒരു മുല്ലപ്പൂ കൊണ്ടുള്ള മാല കുറച്ച് വലുതായിട്ട് കാണാണ്ട്, പിന്നെ തുളസിമാലയുണ്ട്, അത്രയേ ഉള്ളൂ. മുകളിൽ തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്. അവിടെ തൊഴുത് പിന്നെ ഇവിടെ വന്ന് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കയറി വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, അങ്ങനെ എല്ലാവരെയും കണ്ട് കൃഷ്ണനെ അവിടെ കാണാം. അവിടെ ഒന്നും മാലകളൊന്നുമില്ല. മുരുകൻ്റെ അവിടെയും മാലയൊന്നുമില്ല, ഹനുമാൻ്റെ അവിടെയും മാലയില്ല. അവിടെ കുറച്ച് കുങ്കുമം തന്നെ ഉണ്ട്, വേറെ ഒന്നുമില്ല. ഇപ്പം എന്താണോ ഇപ്പം 2-3 ദിവസമായിട്ട് മാലകളൊന്നും ഹനുമാനാരും ചാർത്തുന്നില്ല തോന്നുന്നു. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച്, കാരണം അദ്ദേഹം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ എന്തായാലും കൂടെ ഉണ്ടാവും. അങ്ങനെ പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപമൊക്കെ കണ്ട് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് പടിഞ്ഞാട്ട് മാറിയിട്ട് താമരക്കണ്ണനെ കണ്ട് തൊഴാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. പിന്നീട് ആ വാതിൽ ഗ്രില്ല് കഴിഞ്ഞാൽ മണിക്കിണർ കാണാം, അവിടെ നിന്ന് നോക്കി തൊഴാം. നൃത്താറയിലേക്ക് നോക്കിയാൽ നൃത്താറയിൽ ഉണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കുക. കിടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തൊഴുതതിന് ശേഷം നേരെ സൈഡിൽ വന്നാൽ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ വസുദേവരെയും ഒക്കെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് നേരെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വരിക. പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. അങ്ങനെ തീർത്തൊക്കെ വാങ്ങിയിട്ട് നേരെ ഇന്നിപ്പോൾ പാലഭിഷേകം കഴിഞ്ഞ പാലൊക്കെ കിട്ടുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കുറേശ്ശെ സേവിക്കാം. അങ്ങനെ നമ്മൾ നേരെ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പുറത്ത് കൂടെ അങ്ങോട്ട് പോയി സുഖമായിട്ട് തൊഴാം. അങ്ങനെ നോക്കുമ്പോൾ അവിടെയും കിരീടമൊക്കെ വെച്ച് ധാരാളം മാലകൾ, സ്വർണ്ണമാലകളൊക്കെ അണിഞ്ഞ അമ്മ ഇങ്ങനെ വളരെ സുന്ദരിയായിട്ടായിരിക്കുന്നത്. ചുവന്ന മാലകളാണ് ആദ്യമായിട്ടുള്ളത്. തെച്ചിപ്പൂവിന് തന്നെയാണ് പ്രാധാന്യം. അതേപോലെ അരളിപ്പൂവിൻ്റെ ഉണ്ട്. പിന്നെ നിറച്ച് താമരയുടെ താമര കൊണ്ട് അർച്ചന ചെയ്തിട്ടുണ്ട്. നല്ല രസം, നല്ല സ്വർണത്തിൻ്റെ പൊട്ട് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരിയായിട്ടാണ് അമ്മ നമ്മളെ ഭക്തരെ കാണാനായിട്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട് മമ്മിയൂർക്ക് നോക്കുക. അതായത് മമ്മിയൂരപ്പനെ മനസ്സിലിങ്ങനെ പ്രതീക്ഷിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അങ്ങനെ ഉരുവിട്ടും കൊണ്ട് മമ്മിയൂരപ്പനെ മനസ്സാ സ്മരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ദർശനം നേടിയ ആ ഒരു പ്രതീതിയാവും.
അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ ആൾരൂപ വഴിപാടിൻ്റെ അവിടെയൊക്കെ ആളുകളുണ്ട്. മഞ്ചാടി വരുന്നിടത്ത് അത്രയ്ക്കില്ല, 2 കുട്ടികളൊക്കെ കാണുള്ളൂ. അതേമാതിരി ചിലപ്പോൾ അത് ഉണ്ണിക്കണ്ണനായിക്കൂടായില്ല കേട്ടോ. കാരണം അങ്ങനെയൊക്കെയാണ്, മൂപ്പര് ഏത് സമയത്താണ് എവിടെയാണ് പ്രത്യക്ഷപ്പെടാമെന്നൊന്നും അറിയില്ലേ. ഇപ്പോൾ ഒരു കുട്ടിയോ 2 കുട്ടിയൊക്കെ ഭാര്യയുണ്ട് എന്നൊക്കെ വെച്ചാൽ നമ്മൾ കുട്ടികളായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ വിചാരിക്കുക അത് കുട്ടികളല്ലേന്ന്. പക്ഷേ ചിലപ്പോൾ ആ ഉണ്ണിയാവാൻ സാധ്യത ഉണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കാണുന്നതെല്ലാം ആ മാധവനാണ് എന്നങ്ങനെ ചിന്തിച്ചാൽ പിന്നെ മറ്റൊരു പ്രശ്നമില്ല. അത് കഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി നമ്മളൊക്കെ ശ്രമിക്കുക തന്നെ. അങ്ങനെ നെയ്വിളക്കിൻ്റെ അവിടെയൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞ് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ആ മഹാപ്രഭുവിനെ കണ്ടു തൊഴുക. അവിടെ നമസ്കരിച്ച് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അവിടെ വന്ന ആ കിടാവിളക്ക് ഇങ്ങനെ കത്തണം, അത് നോക്കിയിട്ട് അവിടെ നിന്ന് നമസ്കരിക്കുക. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ചെറിയ മുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെയും കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. കളഭം മുഴുവനായിട്ടല്ല, എന്നാലും കളഭം കൊണ്ട് അഭിഷേകം ഇങ്ങനെ അത് ഓരോ രൂപഭാവങ്ങളൊക്കെ ആയിട്ടുണ്ട്. അയ്യപ്പൻ തന്നെയാണ്, വേറെ ഒരു ഇതൊന്നുമല്ല. വെളുത്ത പാവുകൊണ്ടാണ്, വലിയ പാവുകൊണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അങ്ങനെയാണ് അയ്യപ്പസ്വാമിയുടെ അവിടെ. പിന്നെ സ്വർണ്ണത്തിൻ്റെ മാലകൾ, വലിയ മാലകളുണ്ട്. അത് കണ്ടിട്ട് നമുക്കവിടെ തൊഴുത് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കണ്ട് തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിൽ നോക്കിയിട്ട് ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തിറങ്ങി നമുക്ക് രുദ്രതീർത്ഥക്കുളത്തെ കാണാനായിട്ട് പോവാം. അങ്ങനെ പോകുമ്പോൾ ആ നടുക്കിലുള്ള ഉണ്ണിക്കണ്ണനെ, വേണുഗോപാലിനെ കണ്ട് തൊഴാം. നല്ല രസമായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, അവിടെ അതിന് ഉണ്ണിക്കണ്ണനൊരു മുകളിൽ ഒരു എന്താ പറയുക, വീടിൻ്റെ അതുപോലെ ഒരു ഇത് വെച്ച് ഉണ്ടാക്കിക്കൂടെ, ഗോപുരം പോലെ ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ. പക്ഷെ അതെന്തുകൊണ്ടാണെന്നറിയില്ല, അത് പറ്റില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അങ്ങനെ നിർത്തിയിരിക്കുന്നത്. എന്തായാലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ ഉണ്ണിക്കണ്ണൻ കൊള്ളും ആ വേണുഗോപാലൻ. എന്നാലും അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ വെച്ചാൽ രുദ്രതീർത്ഥക്കുളത്തിലല്ലേ നിൽക്കുന്നത്, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ അവിടെ കണ്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മൾ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം അങ്ങനെ പോയാൽ നാരായണാലയത്തിലെത്താം. അവിടെ ഒന്ന് കയറിയിട്ട് അവിടെ തൊഴാം. പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ, പൂന്താനത്തിനൊക്കെ നമ്മൾ മനസ്സാ അതിൻ്റെ ഇടയിൽ കൂടെ സ്മരിക്കലും കൂടിയാണ്. വില്യമംഗലത്തിനെയും അതേപോലെ പൂന്താനത്തിനെയൊക്കെ നമ്മൾ ഓരോന്ന് പറയുമ്പോഴും അവരെയൊക്കെ നമ്മൾ സ്മരിച്ചുകൊണ്ടാണ് പോണത്. അപ്പോൾ അതൊരു ഭാഗ്യം തന്നെയാണ്. കാരണം നിത്യവും നമ്മൾ അവരെയൊക്കെ വിഷ്ണുവിൻ്റെ, അതായത് ഗുരുവായൂരപ്പൻ്റെ, ഉണ്ണിക്കണ്ണൻ്റെ ഭക്തന്മാരെ നമ്മൾ സ്മരിക്കുമ്പോൾ നമ്മളും അതിലൂടെ പങ്കുചേരുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ തൊഴുത്ത് നമ്മളിങ്ങനെ വന്ന് നേരെ ഭഗവതി നടയിലെത്തി ഒന്നുകൂടി തൊഴുതു. പിന്നീട് ദീപസ്തംഭത്തിൻ്റെ, കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന ആ മഹാപ്രഭുവിൻ്റെ ആ ഒരു ദീപനാളം കൂടി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കണ്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മൾ തെക്കേ നടയിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ ആ കൂവളം കാണാം. കൂവളം മനോഹരമായിട്ട് തളിരിട്ട് ഇങ്ങനെ നിൽക്കണു. ആ കൂവളത്തെ ആ മഹാദേവനെയും പാർവതീദേവീനെയും മനസ്സിൽ സ്മരിച്ചിട്ട് കൂവളത്തിൽ നിന്ന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ ആ ഒരു മഹാദേവൻ്റെയൊക്കെ അനുഗ്രഹം നമുക്ക് കിട്ടും, പാർവതീദേവിയുടെയൊക്കെ. അതേമാതിരി ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നമ്മൾ കണ്ട് തൊഴുതു. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഇനി നമുക്ക് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ആഷിത് രോഹിണി പരീക്ഷാ വിജയം, ഉണ്ണികൃഷ്ണൻ തിരുവോണം, ശോഭന പുണർദം, രാധാകുമാരി ചിത്ര അവർക്ക് ആയുരാരോഗ്യം, കൃഷ്ണേന്ദു മൂലം വയറ്റിലെ അസുഖം മാറണം, സരളാചന്ദ്രൻ കടങ്ങൾ വീടണം, ജിഷ്ണു മകീരം കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ്, ശരൺ ഭരണി ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, സന്ദീപ് അനീഴം, കൃഷ്ണകുമാർ തൃക്കേട്ട അവർക്കും ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അതേപോലെ എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും നേടിത്തരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് ഒരു ചെറിയ
കഥ. വലുതല്ല, എന്നാലും ചെറിയൊരു കഥ അതിൻ്റെ കൂടെ നമുക്ക് പറയാം. അതിപ്പോൾ രാമായണ മാസമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് വില്ലുമംഗലവും അതേപോലെ രാമൻ്റെ സോദരനായ ഭരതൻ്റെ, അതേപോലെ രാമൻ്റെയും ഭരതൻ്റെയൊക്കെ എല്ലാവരുടെയും ലക്ഷ്മണൻ്റെയൊക്കെ സന്തത സഹചാരിയായ ആ ഹനുമാൻ്റെയും കൂടിയുള്ള ചെറിയൊരു കഥ. അതായത് വില്ലുമംഗല സ്വാമി എവിടെ പോയാലും തൻ്റെ ശംഖിലേക്ക് അവിടുത്തെ ആ ചൈതന്യത്തെ ആവാഹിക്കുത്രേ. അതായത് ഏത് ക്ഷേത്രത്തിൽ പോയിട്ട് അദ്ദേഹം തൊഴാൻ പോയാലും അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കാൻ പോയാലും ഒക്കെ ആ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് തൻ്റെ ശംഖ് വിളിച്ചിട്ട് ശംഖിലേക്ക് ആ പ്രതിഷ്ഠേനെ, ആ ചൈതന്യത്തെ അങ്ങോട്ട് സ്വീകരിക്കും. കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ സ്വീകരിച്ച് പോരും. അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിന് പിന്നെ അവിടെ പോയി തൊഴേണ്ട ആവശ്യമില്ല, ശംഖിൽ നിന്ന് കിട്ടും. കാരണം അദ്ദേഹത്തിന് കഴിയുമല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കൂടൽമാണിക്യത്തിൽ വന്നപ്പോൾ ആ ഭരതൻ്റെ ആ ഒരു ചൈതന്യത്തെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിച്ച സമയത്ത് മൂപ്പരിങ്ങനെ നടക്കുകയാണ്, 4 വട്ടം പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇത് കണ്ടു ഹനുമാൻ സ്വാമിക്ക് ഇത് മനസ്സിലായി, ഇതെന്തോ ഒരു തരികട ഒപ്പിക്കാനാണല്ലോ എന്ന്. അങ്ങനെ നോക്കുമ്പോൾ എന്താ, ശംഖിലേക്ക് മന്ത്രങ്ങൾ വെച്ചിട്ട് ആവാഹിക്കണേ. അപ്പോൾ ഹനുമാൻ സ്വാമി ഇതിപ്പോൾ ചെയ്താൽ ശരിയാവില്ല, എല്ലതും കൊണ്ടുപോയാൽ തൻ്റെ സ്വാമിമാരെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ, കാരണം താൻ കാവൽ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് തൻ്റെ സ്വാമിയുടെ അനിയൻ്റെ ആ ഒരു ശക്തിയെ കൊണ്ടുപോകാൻ താൻ സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു ഇതിൽ തൻ്റെ വാല് കൊണ്ട് ഒരൊറ്റടി, ആ അടി നേരെ വില്ലുമംഗലത്തിൻ്റെ ശംഖിൽ കൊണ്ടു. ശംഖ് തെറിച്ചു ചിതറി വീണു. അപ്പോൾ എന്താ വെച്ചാൽ ആ ചൈതന്യത്തെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി, കാരണം അത് കൊണ്ടുപോകാൻ പറ്റിയില്ല. വില്ലുമംഗല സ്വാമിയാർക്കാണെങ്കിൽ ഇതിപ്പോൾ ആരാ തട്ടിയിട്ടെന്നും അറിയില്ല, കാരണം അദൃശ്യനായ ഹനുമാനാണ്. അപ്പോൾ അതെന്തായാലും അവിടുന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല മൂപ്പർക്ക്. അങ്ങനെ ഒരു സംഭവം. പിന്നെ കൂടൽമാണിക്യ ക്ഷേത്രത്തിന്, അതായത് ഭരതൻ്റെ ക്ഷേത്രത്തിന് ഇത്രയും പേരും പ്രശസ്തിയും വരാൻ കാരണം എന്താ വെച്ചാൽ, ഒരു സമയത്ത് കൂടൽമാണിക്യം ഭരതൻ ക്ഷേത്രം, അതായത് ചതുർബാഹുവാണല്ലോ. അപ്പോൾ അവിടെ തിരുനെറ്റിയിൽ ഒരു പ്രകാശം വന്ന് അങ്ങനെ പതിച്ചു. അതിങ്ങനെ ഭയങ്കര തിളക്കം. അങ്ങനെ അത് തിളങ്ങി നോക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയുകയാണ്, അന്നത്തെ നാട്ടുപ്രമാണികളൊക്കെ, ഇതിപ്പോൾ എന്താ ഇത് രത്നമാണോ എന്താണ് ഭഗവാന്റെ നെറ്റിയിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതിൻ്റെ നല്ലൊരു രത്നം കൊണ്ടുവന്ന് നോക്കിയാൽ ഇത് എന്താണ് രത്നം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാഗമാണിക്യം ആയിട്ട് കായംകുളത്തുള്ളൊരു രാജാവിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ രാജാവ് പറഞ്ഞത് എന്താ വെച്ചാൽ, തൻ്റെ രത്നം തരാം, പക്ഷേ തിരിച്ചു തരണം, തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. അപ്പോൾ ശരിയെന്ന് വാക്കാൽ ഉടമ്പടിയൊക്കെ ചെയ്ത് അവർ കൊടന്നു വന്നിട്ട് ഭഗവാന്റെ തിരുനെറ്റിയുടെ അടുത്ത് ഇങ്ങനെ കൊടന്നു വെച്ചപ്പോൾ ആ രത്നം കൂടി അങ്ങോട്ട് വലിച്ചെടുത്തു. അപ്പോൾ ആ കൂടൽ മാണിക്യം, അതായത് കൂടിച്ചേർന്ന മാണിക്യം, ആ ഉള്ളതിൻ്റെ കൂടെ ഒരു മാണിക്യക്കല്ല് കൂടി ചേർന്നു. അപ്പോൾ അതുകൊണ്ടാണ് കൂടൽ മാണിക്യം എന്നുള്ള പേര് വന്നതെന്നാണ് ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത്. ഇതിൻ്റെ കാര്യം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, അപ്പോൾ തിരിച്ചു കൊടുക്കണമല്ലോ ആ കല്ല്. അപ്പോൾ അത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ആ കായംകുളം രാജാവിന് ക്ഷേത്രത്തിൻ്റെ തീരാധാരം, അതായത് പിന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും ആ രാജകൽപ്പന വേണമെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് അവരാണ് പിന്നെ അടുത്തതായിട്ട് വാക്കയിലെ കൈമൾക്ക് അത് പതിച്ചു കൊടുത്ത്, കാരണം കാര്യസ്ഥനായിട്ട് അവരെ കൊണ്ടാണ് അത് ചെയ്തത്. അങ്ങനെയാണ് കൈമളാണ് 4 പറവകളെ പറത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞില്ലേ കഴിഞ്ഞ കഥയിൽ. അപ്പോൾ പിന്നീടുള്ള ചുമതലക്കാരൻ വാക്കയിൽ കൈമളായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ കഥ. അങ്ങനെ നമുക്ക് അതിലെ ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ, വില്ലുമംഗലത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ശംഖിൽ മറ്റ് പല സ്ഥലത്തെയും ദൈവിക ചൈതന്യത്തെ ആവാഹിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം പൊട്ടി വീണപ്പോൾ ആ വീണ സമയം കൊണ്ട് എന്താ പറയുക, കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ ആ അധിപൻ ഭരതസ്വാമി കംപ്ലീറ്റ് വലിച്ചെടുത്തു. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും എല്ലാ ദേവകളുടെയും ആ വില്ലുമംഗലം അതുവരെ പോയി കൊണ്ടുവന്നിരുന്ന എല്ലാ ചൈതന്യവും കൂടി ആ കൂടൽമാണിക്യത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയ്ക്കും വളരെ ശക്തിയുള്ള ക്ഷേത്രമാണ്.
അപ്പോൾ എല്ലാവരും നമ്മുടെ ഭക്തരൊക്കെ ഇനി നാലമ്പല ദർശനത്തിന് പോകുമ്പോൾ അവിടെ പോകാൻ മടിക്കണ്ട, എല്ലാവരും പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ചെറിയ കഥ എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ, എന്നാലേ ആണത് കൂടുതൽ ആളുകൾക്ക് എത്താൻ കഴിയൂ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.